പൂവുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി, വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി. അയ്യപ്പൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാ ഒരു ആകാശത്തോളം ഞാൻ സ്നേഹിക്കും. ഒരു വർഷത്തോളം പമ്പ പാടി, പിന്നെ 2 തവണ ശബരിമലയിലും പാടി. അയ്യപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പോസിറ്റീവ് എനർജിയാണ്, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അയ്യപ്പൻ പാടും, ശബരിമലയിൽ ചെന്ന് പാടുമ്പോഴൊക്കെ അയ്യപ്പൻ അടുത്ത് വന്ന് നിൽക്കുന്ന പോലൊക്കെ തോന്നും. എല്ലാ മാസവും മലയാള മാസം 5 തീയതിക്കകം ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളവിടെ ചെല്ലും. അവിടെ കൊറോണ ഒക്കെ വന്ന സമയത്ത് അച്ഛൻ മരിച്ചതിന് ശേഷം, മരിച്ചത് കൊറോണ ആയിരുന്നു. അത് ആ പെട്ടെന്നുള്ള മരണം ആശാട്ടിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കുഞ്ഞായിരുന്നെങ്കിൽ പോലും അത് കരച്ചിലൂടല്ല, ഞാൻ കരയുമെന്ന് വിചാരിച്ച് അവർ കരയാതെ കരഞ്ഞു. അപ്പൊ ആ കരയാതെ കരഞ്ഞ് ഞാൻ കരയുന്നത്, ഞാൻ കരയുമല്ലോ എന്നോർത്ത് അവർ കരയാതിരുന്ന് അവരുള്ളിൽ അത് ഒതുക്കി. പക്ഷെ അത് അവിടെ സങ്കടങ്ങൾ അവളെ ഒതുക്കി വെച്ചുകൊണ്ടുകൂടെ അവൾ സ്കൂളിൽ പോകാൻ മടിച്ചു, പാട്ട് പാടത്തില്ല, ഡാൻസ് ചെയ്യത്തില്ല, നന്നായി വരയെല്ലാം നിർത്തി. പക്ഷെ അയ്യപ്പന്റെ സന്നിധിയിൽ പോയി, ശബരിമല സന്നിധിയിൽ പോയി പാടിയതിനു ശേഷമാണ് അല്ല, എല്ലാ ദിവസവും എന്നെ ഇറിറ്റേറ്റ് ചെയ്യും. എനിക്ക് പമ്പയിൽ പോകണം, ശബരിമല പോകണം, എന്നെ വീട്. എനിക്കും ഡിപ്രഷനായിരുന്നു. എൻ്റെ ഡിപ്രഷൻ മാറിയതും അവള് പാടാൻ തുടങ്ങിയതിന് ശേഷമാണ്. സത്യം പറഞ്ഞാൽ അവിടെ പാട്ടുകൊണ്ടാണ് ആ മരണത്തെ ഞങ്ങൾ അതിജീവിച്ച് ഈ 3 വർഷം ഞങ്ങൾ പോയത്. ഈ ഒരു വർഷം ഈ അയ്യപ്പ സന്നിധി പാടിയതിനു ശേഷം ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒത്തിരി പോസിറ്റീവായി. ഞങ്ങളിങ്ങനെ ആയിരുന്നില്ല.